ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ കഴിഞ്ഞ CHS ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ SSC അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു ജേർണി സ്റ്റാർട്ടാവുന്നത് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ CGL-നായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് CHS-ലും അതുപോലെ തന്നെ റെയിൽവേയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് CHS-ലാണ് കിട്ടിയത്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് 1.5 വർഷം മുന്നേ അല്ല, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ PSCയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. അതായത് SSC-യിലെ MTS പോലെയാണ് PSC-യിലെ LGS എന്ന് പറയുന്നത്. അങ്ങനെ അത് ക്ലിയർ ചെയ്തു. പക്ഷേ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കയറാൻ സാധിച്ചത്. എന്നിട്ട് അവിടെ ഒരു 2-3 വർഷം ജോലി ചെയ്തു. പക്ഷേ അവിടെ ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസോ അങ്ങനെ കരിയറിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസോ ഒന്നും അവിടെ ഇല്ല. അപ്പം നമുക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പേ നമുക്ക് തോന്നും എവിടെയെങ്കിലും പോയി വെറുതെ ഇരുന്നാൽ മതിയെന്ന് തോന്നും. പക്ഷേ ആ വെറുതെ ഇരിക്കുന്നതാണ് ജോലിയുള്ളവരേക്കാൾ പാട്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യാം എന്നായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ പിന്നെ ആദ്യം പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, നെറ്റ് ക്വാളിഫൈഡ് ആയി. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PSC വിട്ടിട്ട് SSC-യിലേക്ക് വന്നത്. കാരണം ഒരുപാട് നാൾ ലീവ് എടുക്കാൻ പറ്റില്ല. PSC-യിലാണെങ്കിൽ നമുക്ക് എന്ന് എക്സാം വരുമെന്നോ എന്ന് ജോലിക്ക് കയറാൻ പറ്റുമെന്നോ ഒരു ധാരണയില്ല. പക്ഷേ CGL-ആയിരുന്നെങ്കിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ CHS-ലാണെങ്കിൽ അങ്ങനെയല്ല. നമുക്കറിയാം 1 വർഷത്തിനകത്ത് പരീക്ഷ നടക്കും. 1 വർഷത്തിനകത്ത് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. മാക്സിമം 1.5 വർഷം അത്രയും നമുക്ക് വേണ്ടി വരുള്ളൂ. അതായത് ഈ എക്സാമിൻ്റെ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട്. പ്രിപ്പറേഷൻ ചിലപ്പം അതിലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് SSC-യിലേക്ക് വന്നത്. പിന്നെ കണക്കായിരുന്നു എനിക്ക് PSC-യിലെ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ്. അപ്പോൾ കണക്കറിയാം എന്നൊരു ധാരണയിലാണ് ഞാൻ SSC-യിലേക്ക് വരുന്നത്. പക്ഷേ ആ കണക്കല്ല ഈ കണക്കെന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലിയും സമയം പറയുകയാണെങ്കിൽ അതെന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സമയമുണ്ട്. അപ്പം നമുക്ക് 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ SSC-യിലും അതേ ഒരു കൺസെപ്റ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള സമയം ഇവിടെ ഇല്ല. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ആ പറയുന്ന മെത്തേഡുകളൊക്കെ വിട്ടിട്ട് എങ്ങനെ ഈ ഷോർട്ട് കട്ട് പഠിക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തൊരു ഓഫ്ലൈൻ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. അതൊരു മോശം സ്ഥാപനമൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. പക്ഷേ അപ്പോഴും മാത്സിൻ്റെ ഷോർട്ട് ട്രിക്സിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ട്രഡീഷണൽ മെത്തേഡിലാണ് പോയി വീണുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ മാഗ്നാമെൻറ്ററിലെ സാറ് തന്നെ അവിടെ ദിശ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സാർ അവിടെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ബാച്ചാണ് എടുത്തത്. അപ്പം അതിലെ ക്ലാസ്സുകളെല്ലാം ഞാനിങ്ങനെ കുറേ കണ്ടു. ഈ മാഗ്നാമെൻറ്ററിലെ സാറ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മാഗ്നാമെൻറ്റർ യൂട്യൂബ് ചാനൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെ ക്ലാസ് ഏറെക്കുറെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ആ ഷോർട്ട് ട്രിക്സും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ CGL-ൻ്റെ പ്രിലിമിനറി ക്ലിയറായി. അപ്പം CGL-ൻ്റെ മെയിൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ മാഗ്നാമെൻറ്ററിൻ്റെ ക്ലാസ്സുകളും ഷെഡ്യൂളുകളും ഫോളോ ചെയ്ത് തുടങ്ങിയത്. സത്യത്തിൽ അത് ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട്. അതായത് ഞാൻ പഠിക്കുന്ന രീതി ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന രീതിയായാലും അല്ലെങ്കിൽ GK പഠിക്കുന്ന രീതിയായാലും റീസണിങ് ഈവൻ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയത് ഈ ചാനലിൽ വന്നതിന് ശേഷമാണ്. അപ്പം മാത്സ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ മാത്സിലും കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പം സ്ട്രാറ്റജി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെറുതെ മിസ്റ്റേക്ക് ചെയ്യാൻ പറയാം. ഞാൻ ആദ്യം നോക്കിയത് ലൂസൻ്റ് പഠിച്ച് തീർക്കാനാണ് നോക്കിയത്. അത് പഠിച്ച് തീർത്തു എന്നൊക്കെ യൂട്യൂബിലിരുന്ന് പറയുന്നവരുണ്ട്. എനിക്കറിയില്ല അതെങ്ങനെ നടക്കുമെന്ന്. അതിൽ നല്ലത് നമ്മൾ പരമ്പര ഫോളോ ചെയ്യുകയാണ്. പക്ഷേ അതെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയത് ഈ CGL-ൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് CGL കിട്ടിയതുമില്ല. പിന്നെ ഇതെനക്ക് ഞാൻ ചെയ്ത മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുപാട് മെറ്റീരിയൽസ് ഫോളോ ചെയ്യാൻ നോക്കി. ഇപ്പം ഞാൻ ആവറേജ് പഠിച്ചിട്ട് ആവറേജിൻ്റെ പിനാക്കിൾ ചെയ്യും, ആവറേജിൻ്റെ ഗഗൻപ്രതാപ് ചെയ്യും, ആവറേജിൻ്റെ എൻ്റെ ആ പർട്ടിക്കുലർ ഓഫ്ലൈൻ സ്ഥാപനത്തിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അവരുടെ ബാച്ച് ചെയ്യും, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യും. അതായത് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകൾ മുന്നോട്ട് പോയില്ല. അപ്പം ഒരു ടോപ്പിക്കിൽ സ്ട്രക്ക് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 4-5 ദിവസം അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മടുക്കും. അപ്പം നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആവും. പിന്നെ നമ്മൾ 2-3 ദിവസം പഠിക്കില്ല. അപ്പം നമ്മൾ പുതിയ ഒരു ടോപ്പിക്ക് എടുക്കാൻ ഇതിനിടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നാൽ പോലും നമ്മളിതിങ്ങനെ ഒരു മാസം ചിലപ്പോൾ നമ്മൾ 1-2 ടോപ്പിക്കായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പം ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്ന മോക്കിനും നമുക്ക് ആകെ കൂടാൻ സാധ്യതയുള്ള മാർക്കെന്ന് പറയുന്നത് ഒരു 3-4 മാർക്കാണ്. അത് നമുക്ക് ഒരിക്കലും മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമല്ല. പിന്നെ വരുത്തിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിലെ നോട്ടുകൾ മൊത്തം ഞാൻ എഴുതുമായിരുന്നു. അതായത് പ്രിൻ്റ് എടുത്താൽ ചിലപ്പം ഓർമ്മ നിൽക്കുന്നില്ല എന്ന് ആ സാറ് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതി. നല്ല ക്ലാസ്സായിരുന്നു. പക്ഷേ 1 മണിക്കൂറിൻ്റെ ക്ലാസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3-4 മണിക്കൂർ എടുക്കുമായിരുന്നു. അപ്പോൾ അതും ഞാൻ വരുത്തിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ നീതു സിംഗ് വായിക്കുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും പിന്നെ എത്ര സബ്ജക്റ്റിന്
ഓരോ എത്ര സമയം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് കണക്ക് നല്ലോണം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതിയായിരിക്കും. ജി കെ ഒട്ടും അറിയില്ലെങ്കിൽ ജി കെക്ക് കുറേ സമയം കൊടുക്കേണ്ടി വരുമായിരിക്കും. ഞാൻ PSC പഠിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയും എനിക്ക് ജി കെ സത്യത്തിൽ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടിയില്ല. കാരണം PSCയിലെ ജി കെയും SSCയിലെ ജി കെയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് സിലബസ് വായിക്കുമ്പോൾ രണ്ടിലും കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ പറ്റും. പക്ഷേ അവിടെ ചോദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് അല്ല ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം അത് നമ്മൾ ചിന്തിക്കണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ LGS എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് നാൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ആകെ 3-4 മാസമാണ് കഷ്ടിച്ച് ആ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ആ ടെസ്റ്റ് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നെറ്റ് ക്വാളിഫൈഡ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ PGക്ക് പഠിക്കുമ്പോഴേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതും എനിക്കങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോഴല്ല ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇതെല്ലാം നമ്മൾ അടിപൊളി ആയതുകൊണ്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം എനിക്ക് ആ പറയുന്ന 2 സ്ഥലത്തും എന്നെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ഓരോ ആളുകളുണ്ടായിരുന്നു. PSC പഠിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ എന്നെ നല്ലോണം ഗൈഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അന്ന് MCOM-നുണ്ടായിരുന്ന ഒരു സാർ എന്നെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്കില്ലാതെ പോയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ മാഗ്നമെറ്റൽ സാറിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് CGLൻ്റെ മെയിൻസിന് സാറ് പറയുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ രീതി തന്നെയാണ് ഫോളോ ചെയ്ത് പോയത്. പക്ഷേ അത് CHSLൻ്റെ പ്രിലിംസിനും CHSLൻ്റെ മെയിൻസിനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. 1 നിങ്ങൾ പഠിക്കുന്ന രീതി, 2 പഠിക്കാനുള്ള കഴിവ്, 3 പഠിക്കുന്ന സമയം. ഈ 2ഉം 3ഉം കോറിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ നല്ലപോലെ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ 5 മണിക്കൂർ പഠിച്ചാൽ മതിയായിരിക്കും. കഴിവ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ പഠിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെയാണ്. നിങ്ങൾ ഈ പറയുന്ന 2ഉം 3ഉം കാര്യങ്ങൾ നിങ്ങളിനി എത്ര തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും പഠിക്കുന്ന രീതി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ചിലപ്പോൾ 5 വർഷം കൊണ്ടോ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടാതിരിക്കാം. അതേ സ്ഥാനത്ത് ചിലപ്പം 4 മാസം കൊണ്ടോ 5 മാസം കൊണ്ടും ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാരുമുണ്ട്. CGL തന്നെ എഴുതി ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം CGL ഇപ്രാവശ്യം കിട്ടിയ കുറേ ആളുകളെ എനിക്കറിയാം. GST ഇൻസ്പെക്ടറും കസ്റ്റംസ് ഇൻസ്പെക്ടറും ഒക്കെ കിട്ടിയവരെയൊക്കെ അറിയാം. അപ്പം അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ മോക്ക് എടുക്കുക, കൃത്യമായി അനലൈസ് ചെയ്യുക. ഇതിൽ മാഗ്നമെറ്ററിലെ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊന്നും നമ്മുടെ ചാനൽ കണ്ടിട്ടായിരിക്കില്ല ചിലപ്പം ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെയും ചിലപ്പോൾ അവർക്ക് പുറത്ത് സോഴ്സിൽ നിന്നായിരിക്കും അവർക്കെല്ലാം കിട്ടിയത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പഠിക്കേണ്ട, പിറ്റേ ദിവസം പഠിക്കുക, നന്നായി പഠിക്കുക. അതായത് ആ ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക. കീപ്പ് വർക്കിംഗ് ഹാർഡ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.